രാവണൻ കൈലാസശൈലമിളക്കിയ കഥ കേട്ടിട്ടുണ്ടോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ജ്യേഷ്ഠനായ കുബേരനെ തോൽപ്പിച്ച് പുഷ്പക വിമാനവും കൈക്കലാക്കി അതിൽ കയറി രാവണൻ യാത്രയായി. കൈലാസപർവ്വതത്തിലെത്തിയപ്പോൾ വിമാനം അനങ്ങുന്നില്ല. എന്താണ് പറ്റിയതെന്ന് രാവണന് ഒരു പിടിയും കിട്ടിയില്ല. കൂടെയുണ്ടായിരുന്ന മാരീചൻ പറഞ്ഞു, ഈ വിമാനം അതിൻ്റെ ഉടമസ്ഥനായ കുബേരനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നുണ്ടോ? അല്ലാതെ എന്താണിതിനൊരു കാരണം? അങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമശിവന്റെ വാഹനമായ നന്ദി വാനരവേഷത്തിൽ അങ്ങോട്ട് ചെന്നു പറഞ്ഞു, ഇത് ഉമാപതിയായ പരമേശ്വരൻ നൃത്തം ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ജീവൻ വേണമെങ്കിൽ വന്ന വഴിയേ തിരിച്ചു പോയിക്കൊള്ളുക. ഒരു വാനരന്റെ വർത്തമാനം കേട്ടില്ലേ എന്ന് രാവണൻ നന്ദിയെ കളിയാക്കി. വാനരൻ എന്ന് പറഞ്ഞ് കളിയാക്കിയതിനാൽ വാനരന്മാർ കാരണം നിനക്ക് മരണമുണ്ടാകുമെന്ന് നന്ദി രാവണനെ ശപിച്ചു. തൻ്റെ യാത്രയുടെ തടസ്സമായ കൈലാസം ഇളക്കിയെടുത്ത് മാറ്റിവെക്കാൻ രാവണൻ തീരുമാനിച്ചു. ദശാനനൻ തൻ്റെ 20 കൈകൾ കൊണ്ട് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ കൈലാസം ആകെ ഒന്ന് കുലുങ്ങി. ഈ സമയം എന്തോ കാര്യത്തിന് പരമശിവനുമായി പിണങ്ങി നിന്നിരുന്ന പാർവതി പേടിച്ച് പരമേശ്വരനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. പാർവതീദേവിയുടെ പിണക്കം മാറിയതിനാൽ പരമശിവന് വളരെ സന്തോഷമായി. എന്നിട്ട് ഭഗവാൻ പരമശിവൻ തൻ്റെ കാലിലെ പെരുവിരൽ കൊണ്ട് കൈലാസത്തെ അമർത്തിപ്പിടിച്ചു. അപ്പോൾ കൈലാസം അവിടെ തന്നെ ഉറച്ചു. എന്നാൽ കൈലാസം ഉറച്ചപ്പോൾ രാവണൻ്റെ 20 കൈകളും അതിനടിയിൽ കുടുങ്ങിപ്പോയി. വേദന കൊണ്ട് രാവണൻ അലറിക്കരഞ്ഞു. പിന്നെ ശിവകീർത്തനങ്ങൾ പാടിക്കൊണ്ട് പരമശിവനെ സ്തുതിച്ചു. 1000 വർഷക്കാലം ശിവകീർത്തനങ്ങൾ ആലപിച്ച് ശിവനെ സ്തുതിച്ചുകൊണ്ട് രാവണൻ അതേ നിൽപ്പു തുടർന്നു. 1000 വർഷങ്ങൾ കഴിഞ്ഞ് പരമശിവൻ തൻ്റെ പെരുവിരൽ ഒന്നയച്ചപ്പോഴാണ് രാവണന് തൻ്റെ കൈകൾ എടുക്കാൻ പറ്റിയത്. എന്നിട്ട് ഭഗവാൻ ദശാനനൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു, നിന്നെപ്പോലെ ശക്തൻ മറ്റാരുമില്ല. നിന്റെ രാവം, അതായത് ശബ്ദം, ലോകം മുഴുവൻ നിറഞ്ഞു നിന്നതിനാൽ നിനക്ക് രാവണൻ എന്ന പേര് നൽകുന്നു. അങ്ങനെയാണ് ദശാനനന് രാവണൻ എന്ന പേര് വന്നത്. രാവണന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ പരമശിവൻ ചന്ദ്രഹാസം എന്ന ആയുധവും കൊടുത്ത് അനുഗ്രഹിച്ചു.